പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും അതാണ് ഈ ഒരു പ്രഭാതം കാണുവാൻ നമുക്കിടയായത്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. വിലാപത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ വചനമാണിത്. വാസ്തവത്തിൽ നമ്മളൊന്നും ആഗ്രഹിച്ചിട്ട് കിട്ടിയതല്ലല്ലോ നമ്മുടെ ജീവിതം. ഈ ഒരു ദിവസവും നമ്മളാരും ചോദിച്ചിട്ട് തന്നതല്ല. ദൈവത്തിൻ്റെ കരുണയുടെ ഔദാര്യത്തിൻ്റെ പ്രതിഫലനമാണ്. നന്ദിയോടെ അല്ലാതെ ഈ ഒരു പ്രഭാതത്തിലേക്ക് നമുക്ക് വരാനാവില്ല. അതുകൊണ്ട് നന്ദി നിറഞ്ഞ മനസ്സോടെ ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവവിചാരത്തോടു കൂടി ഈ ദിവസം ആരംഭിച്ച് ദൈവവിചാരത്തോടു കൂടി ഈ ദിവസം അവസാനിപ്പിക്കാൻ നമുക്കിടയാവട്ടെ. ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് ഉള്ള ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അമ്മയുടെ പ്രത്യേക നിയോഗങ്ങൾ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടേതായ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം പൊതുവായ ഒരു നിയോഗം കൂടി നമുക്ക് സമർപ്പിക്കണം. അത് എല്ലാ കുടുംബങ്ങളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി കൂടിയാണ്. അമ്മയോട് പ്രാർത്ഥിക്കാം. കുടുംബങ്ങളുടെ മധ്യസ്ഥയാണ്, കുടുംബജീവിതക്കാരുടെ മാതൃക മധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. എങ്ങനെ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന അമ്മയുടെ ജീവിതം കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ആ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. ഇനി ഈ ഒരു ദിവസത്തിൽ ദൈവം നൽകുന്ന വചനം, ഇന്നത്തെ സന്ദേശം നമുക്ക് ശ്രവിക്കാം. അതിനൊരുക്കമായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഈ വചനം ഞങ്ങളിൽ വേരൂന്നി, ആഴത്തിൽ വേരൂന്നി വളർന്ന് 100 മേനി 30 മേനി 60 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്നേഹത്തിൻ്റെ സത്ഫലങ്ങൾ, ക്ഷമയുടെ ഫലങ്ങൾ, സമാധാനത്തിൻ്റെ ഫലങ്ങൾ, ദയയുടെ നന്മയുടെ ഫലങ്ങൾ ഞങ്ങളിൽ ഉണ്ടാകുവാൻ വേണ്ട കൃപ തരണമേ. കർത്താവെ, അരുളി ചെയ്താലും പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അവിടുന്ന് നൽകുന്ന വചനം ഉൾക്കൊള്ളാനും ഫലം നൽകുവാനും കഴിയത്തക്ക വിധം ഞങ്ങളിലേക്ക് അരൂപിയെ വർഷിക്കണമേ. പരിശുദ്ധ അമ്മ വചനം മാംസം ധരിച്ച് ലോകത്തിന് കൊടുത്തതുപോലെ ഞങ്ങളും യേശുവിനെ
ലോകത്തിന് കൊടുക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ, നമുക്കുള്ള സന്ദേശം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ്. 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ ഒരിടത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ വന്നു പറഞ്ഞു, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. അവൻ അരുളി ചെയ്തു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കർത്താവ് പഠിപ്പിച്ച ഉത്കൃഷ്ടമായ പ്രാർത്ഥന. പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിപ്പിക്കാൻ പഠിപ്പിച്ച കർത്താവ് പ്രാർത്ഥിച്ചത് മുഴുവനും എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ എൻ്റെ പിതാവേ എന്നല്ല, ഞങ്ങളുടെ പിതാവേ. അങ്ങനെയെങ്കിൽ ദൈവം പിതാവാണ്, കരുണയുള്ളവനാണ്, മക്കളുടെ കാര്യത്തിൽ താല്പര്യമുള്ളവനാണ്, ശ്രദ്ധയുള്ളവനാണ്, സർവശക്തനാണ്, കരുണയാണ്, സ്നേഹമാണ്. അത് അംഗീകരിക്കുക. ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ ലോകം മുഴുവനുമുള്ള ജനിച്ചിട്ടുള്ള ഇന്നുള്ള എല്ലാ മനുഷ്യരെ ഉൾക്കൊള്ളുന്ന അനുഭവം. അതുകൊണ്ട് എന്താണ്? നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. പിതാവായ ദൈവത്തെ അംഗീകരിക്കുന്ന മക്കളുടെ സമൂഹം. പിതാവായ ദൈവത്തെ അംഗീകരിക്കുന്നില്ലെങ്കിൽ മക്കൾ തമ്മിലും സഹോദരങ്ങളാണെന്ന തോന്നൽ ഉണ്ടാവില്ല. ദൈവത്തെ അംഗീകരിക്കുന്നവൻ മനുഷ്യനെയും അംഗീകരിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവൻ മനുഷ്യനെ മാനിക്കും. അപ്പോൾ ഈ പിതാവും മക്കളും തമ്മിലുള്ള ആ ബന്ധം, അത് അരക്കിട്ട് ഉറപ്പിക്കുന്ന അനുഭവമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലെ മറ്റു കാര്യങ്ങൾ നോക്കിക്കേ. അങ്ങയുടെ നാമം പൂജിതമാകണം, രക്ഷയ്ക്കുള്ള നാമം. അതുപോലെ തന്നെ അങ്ങയുടെ രാജ്യം വരണം. ദൈവത്തിൻ്റെ രാജ്യം, ദൈവം രാജാവായി ഭരിക്കുന്ന അനുഭവം, ദൈവരാജ്യ അനുഭവം. അതിനെന്താ ചെയ്യേണ്ടത്? ദൈവരാജ്യം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ ഈ ദൈവരാജ്യത്തിലായിരിക്കണമെങ്കിൽ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കണം മക്കൾ. അവിടെ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ കാര്യം ചോദിക്കുന്നുള്ളൂ. നാളെ നമ്മൾ ജീവിക്കുന്നുവെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇന്നലെ അത് കഴിഞ്ഞുപോയി. ഓരോ ദിവസത്തിനും അതതിൻ്റെ കൃപ മതി. ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പത്തായത്തിൽ സൂക്ഷിക്കാനും നാളേക്ക് കരുതി വയ്ക്കാനും നമ്മളോട് പറഞ്ഞിട്ടില്ല. ദൈവം തരും. ആ ദൈവപരിപാലനയിലുള്ള വിശ്വാസം കൂടിയാണത്. കിളികൾ നെൽക്കതിർ ശേഖരിക്കാൻ വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഒത്തിരി കതിര് സംഘടിപ്പിച്ച് കറ്റയായിട്ട് ചുമന്നുകൊണ്ട് പോവുമോ? ഇല്ല, ഒറ്റ കതിരേ കൊണ്ടുപോകുള്ളൂ ഇന്നത്തെ ആവശ്യത്തിന്.
ബാക്കി ദൈവം തരും എന്ന വിശ്വാസം. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. എന്ത് ചെയ്താൽ? നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിച്ചാൽ മതി. അതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ മാത്രം ഞങ്ങളോട് ക്ഷമിച്ചാൽ മതി. നമ്മൾ വടി കൊടുത്ത് അടി മേടിക്കുന്ന അനുഭവമാണ്. അത് കർത്താവ് നമ്മളുടെ പാപമോചിക്കാനും പ്രാർത്ഥന സ്വീകരിക്കാനും ബലി സ്വീകരിക്കാനും ഇതാവശ്യമാണ്. ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുന്നത് വൈരാഗ്യവും പ്രതികാര ചിന്തയും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുമ്പോഴാണ്. അനുരഞ്ജനം നടക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. യേശു ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, 3 പേരെ കൂടെ കൊണ്ടുപോയി. അവർ പോത്തുപോലെ കിടന്ന് ഉറങ്ങുകയാണ്. അവരെ വിളിച്ചിട്ട് കർത്താവ് പറയുകയാണ്, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കണമെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഉറക്കം തൂങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കാനല്ല കർത്താവ് പറഞ്ഞത്. നമ്മൾ പല കുടുംബങ്ങളിലും ഉറക്കം തൂങ്ങിയും അലക്ഷ്യമായിട്ടും അശ്രദ്ധമായിട്ടും ചടങ്ങ് പോലെ കടത്ത് കഴിക്കുന്ന അനുഭവം. ഇന്ന് ആ പ്രാർത്ഥനയുടെ ചൈതന്യം പല കുടുംബങ്ങളിലും കുറഞ്ഞു വരുന്നു. ഒപ്പം ഭിന്നതയും സമാധാനമില്ലായ്മയും കുടുംബത്ത് വർദ്ധിക്കുകയാണ്. കാരണം നമ്മുടെ പാരമ്പര്യമനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ സന്ധ്യയ്ക്ക് മണിയടിക്കുമ്പോൾ, പള്ളിമണി അടിക്കുമ്പോൾ എല്ലാ മക്കളെയും ജീവിത പങ്കാളിയെ ഒരുമിച്ച് കൂട്ടി കുടുംബനാഥൻ നേതൃത്വം വഹിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായിരുന്നു നമ്മുടെ എല്ലാ കുടുംബങ്ങളും. ഇന്നൊന്ന് ഓർത്തു നോക്കിക്കുക എങ്ങനെയുണ്ടെന്ന്. എല്ലാ പണികളും തീർത്ത് അവസാനം ഉറക്കം വരുമ്പോൾ എല്ലാവരും കൂടെ ചടഞ്ഞുകൂടിയിരിക്കും. ചിലർ കിടന്ന് പ്രാർത്ഥിക്കും, ചിലർ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും, ചിലർ മൊബൈൽ കൈ പിടിച്ച് ഞോണ്ടിക്കൊണ്ട് പ്രാർത്ഥിക്കും. അശ്രദ്ധമായിട്ട് ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന ബോധ്യം പോലുമില്ല. അതുപോലെ പ്രാർത്ഥിക്കുന്ന അനുഭവം അലക്ഷ്യമായും അശ്രദ്ധമായും. ഇത് പല കുടുംബങ്ങളിലും പ്രാർത്ഥന ഒഴിവാക്കുകയാണ്. ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ കണ്ടു, കൊച്ചു മുറിയാ, അധികം മുറികളൊന്നുമില്ല. രാവിലെ കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മ അവരെ ഒരുമിച്ച് നിർത്തി രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് രൂപം തൊട്ട് വണങ്ങി അമ്മയ്ക്ക് സ്തുതി ചൊല്ലി ഇറങ്ങി സ്കൂളിലേക്ക് പോകുന്ന അനുഭവം. രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുന്നതിന് തൊട്ട് മുമ്പും കുരിശു വരയ്ക്കുന്ന ഒരു പതിവ് കുടുംബങ്ങളിലുണ്ടായിരുന്നു. ഇന്ന് ഇതെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങളിൽ പ്രാർത്ഥന കുറയുന്നു. മറ്റ് പല കാര്യങ്ങൾക്കാണ് ശ്രദ്ധ. പല ആളുകളും സമർപ്പിതരുടെ ഇടയിൽ പോലും മൊബൈലിൽ തോണ്ടിക്കൊണ്ട് ഇരിക്കുന്ന അനുഭവം. പ്രാർത്ഥനയ്ക്ക് തനിച്ച് കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ വിളിക്കപ്പെട്ടവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന അനുഭവം. ശക്തി പോവാണ്, ബാറ്ററി വീക്കാവുകയാണെന്ന് തിരിച്ചറിയുന്നില്ല. കൂടെ ആയിരിക്കാനും ഐക്യപ്പെടുവാനും വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. എമർജൻസി ലാമ്പ് രാത്രിയിൽ കരണ്ട് ഇല്ലാതെ വരുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. അതിന് കരണ്ട് ഉള്ള സമയത്ത് ആ ശക്തിയുടെ സ്രോതസ് അതുമായി കരണ്ടുമായിട്ട് യോജിച്ചിരിക്കണം. എങ്കിലേ ശക്തി ആർജിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ ശക്തി കിട്ടാതെ പ്രവർത്തിക്കാനാവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ പ്രലോഭനങ്ങളിൽ വീണുപോകുന്നു. ശക്തി പോയി, ബാറ്ററി പോയി, വീക്കായി. കർത്താവിനോട് ചേർന്നിരിക്കണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. തായ്തണ്ടായ ക്രിസ്തുവിനോട് ചേർന്നിരിക്കാതെ ശിഖരങ്ങൾ ഫലശൂന്യമാകും, ഉണങ്ങിപ്പോകും, വെട്ടിമാറ്റപ്പെടുന്ന അനുഭവമാണ്. അതോടുകൂടി സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുന്ന അനുഭവമാണ്. അപ്പോൾ ദൈവവുമായി നമ്മുടെ ഹൃദയം ഐക്യപ്പെട്ടിരിക്കണം.
അതിനുള്ള ഏകമാർഗം ദൈവവുമായിട്ടുള്ള ആശയവിനിമയമാണ്. ഹൃദയത്തെ തൊട്ട് പോകുന്ന അനുഭവം. നിങ്ങളുടെ അധരങ്ങൾ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഹൃദയത്തെ തൊടുന്ന അനുഭവമാണ് പ്രാർത്ഥന. യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന അത് പ്രലോഭനങ്ങളെ നേരിടാനുള്ള ശക്തി കിട്ടും, ക്ഷമിക്കാനുള്ള ശക്തി കിട്ടും, ദൈവഹിതം അറിയാനുള്ള ആഹ്വാനമാണ്. അല്ലെങ്കിൽ ദൈവഹിതം അറിയുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം. യേശുവിൻ്റെ ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു. 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചാണ് തൻ്റെ വ്യക്തിത്വം, തൻ്റെ ഐഡൻറ്റിറ്റി, തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞ യേശു പിന്നീട് പ്രവർത്തിക്കുന്നത്. അത്ഭുതങ്ങളുടെ അടയാളങ്ങളും പ്രവർത്തിക്കുന്നതിന് മുമ്പും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോഴും കർത്താവ് പ്രാർത്ഥിക്കുകയായിരുന്നു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് പകല് കരുണയുടെ സ്നേഹത്തിൻ്റെ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ നല്ലവനായി ജീവിക്കും. ചില മനുഷ്യർ പ്രാർത്ഥനാ ഗ്രൂപ്പിലുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ്, പക്ഷേ കുടുംബത്ത് സമാധാനം കൊടുക്കുകയില്ലാത്തവനാണെങ്കിലോ? കർത്താവ് നമ്മിൽ രൂപപ്പെടുന്ന അനുഭവമാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്, അങ്ങനെയുള്ള വ്യക്തിക്ക് മറിച്ചൊരു ജീവിതം നയിക്കാൻ സാധിക്കില്ല. ദൈവഹിതം അറിയണം. ഗെത്സമൻ തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിച്ചത് അതിനാണ്. ദൈവഹിതം അറിയണം, തന്നെ സംബന്ധിച്ച ഹിതം. എനിക്ക് കഴിയുമെങ്കിൽ ഇത് ഒഴിവാക്കി തരണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ ചോദിക്കുന്നതെല്ലാം തരാൻ ഉള്ള ഒരു ഏജൻ്റ് അല്ല ദൈവം. നമ്മുടെ നന്മയ്ക്ക് ഉപകരിക്കുമെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് ദൈവം തന്നിരിക്കും. നമുക്ക് യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ ദൈവം തന്നിരിക്കും. അപ്പോൾ ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാണ്. ക്ഷമിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ നന്മയ്ക്ക് ഉപകരിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. വിശ്വാസമില്ലെങ്കിൽ ദൈവം കേൾക്കില്ല. അനീതി പ്രവർത്തിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ദൈവവുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവേ, ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. നമ്മുടെ ഹിതം ദൈവത്തെ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ദൈവഹിതത്തിന് നമ്മളുടെ ജീവിതം അടിയറ വയ്ക്കാം. ദൈവരാജ്യം അവിടുത്തെ നീതി അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നമുക്ക് തിരിയാം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പക്കലേക്ക് മക്കളുടെ മനോഭാവത്തോടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയമുള്ളവരെ, നമുക്കൊരു പ്രാർത്ഥന നമ്മൾ ശ്രവിച്ച വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അർപ്പിക്കാം. പിതാവായ ദൈവമേ, അവിടെ നൽകിയ വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ ആത്മാവിന് ഭക്ഷണമാണല്ലോ പ്രാർത്ഥന. ദൈവമേ, അവിടുന്നുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം അത് ഉറപ്പിക്കുന്ന, വ്യക്തിപരമായ ഗാഢമായ ബന്ധത്തിന് സഹായിക്കുന്ന ആശയവിനിമയമാണല്ലോ പ്രാർത്ഥന. ഇത് യോഗ്യതയോടെ, വിശ്വാസത്തോടെ, എളിമയോടെ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന, കരുതലുള്ള, പരിപാലിക്കുന്ന ദൈവമാണെന്ന ബോധ്യത്തോടുകൂടി, അവിടുത്തോടുകൂടി ആയിരുന്നുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം അവിടുത്തെ ഹൃദയവുമായിട്ട് ഒന്നു ചേരുന്ന അനുഭവത്തിൽ പർദീസായുടെ അനുഭവം, താബോർ മലയിലെ അവിടുത്തെ പ്രാർത്ഥനയുടെ അനുഭവം, രൂപാന്തരപ്പെടുത്തുന്ന അനുഭവം, സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം, അത് ഞങ്ങളിൽ ഉണ്ടാകുവാൻ കർത്താവെ ഇടവരുത്തണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നതോടൊപ്പം ഇന്നേ ദിവസം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരുണ്ട്, പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരുണ്ട്, രോഗികളായിട്ടുള്ളവരുണ്ട്, മരണാസന്നരായിട്ടുള്ളവരുണ്ട്.
എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിനും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയെ വഴി, ഞങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധാത്മാക്കൾ വഴി, ഞങ്ങളുടെ കാവൽമാലാഖമാർ, ഞങ്ങളുടെ ഇടവകകളുടെ മധ്യസ്ഥരായ വിശുദ്ധാത്മാക്കൾ എന്നിവരോട് ചേർന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവെ അവിടത്തേക്ക് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കാരുണ്യനാഥനെ ആരാധന, ഞങ്ങൾക്കായി മുറിവേറ്റ സ്നേഹമേ ആരാധന, ആരാധന. ദിവ്യകാരുണ്യനാഥനാരാധന, ഞങ്ങളോടൊത്തെന്നും വാഴുന്ന രാജനെ ആരാധന, ആരാധന. എപ്പോഴും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ദിവ്യകാരുണ്യനാഥനെ ആരാധന, ഞങ്ങൾക്കായി മുറിവേറ്റ സ്നേഹമേ ആരാധന, ആരാധന. ദിവ്യകാരുണ്യനാഥനാരാധന, ആരാധന, 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 ആരാധന. ആശ്വാസമായെന്നുള്ളിൽ വരും ദിവ്യകാരുണ്യമേ ആരാധന, ആശ്വാസമായെന്നുള്ളിൽ വരും ദിവ്യകാരുണ്യമേ ആരാധന. ആലംബമായൻ ചാരേ വരും ആത്മസ്വരൂപ ആരാധന, ആലംബമായൻ ചാരേ വരും ആത്മസ്വരൂപ ആരാധന, 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 ആരാധന. ദിവ്യകാരുണ്യനാഥനെ ആരാധന, ഞങ്ങൾക്കായി മുറിവേറ്റ സ്നേഹമേ ആരാധന, ആരാധന. ദിവ്യകാരുണ്യനാഥനാരാധന.
പോലെന്നും ഓമനിക്കും, അച്ഛനെ പോലെന്നും പാലിച്ചിടും. അമ്മയെ പോലെന്നും ഓമനിക്കും, അച്ഛനെ പോലെന്നും പാലിച്ചിടും. ആത്മമിത്രം പോലെന്നോടു ചേരും, ആത്മസ്വരൂപ ആരാധന. ആത്മമിത്രം പോലെന്നോടു ചേരും, ആത്മസ്വരൂപ ആരാധന. ആരാധന ആരാധന ആരാധന, ആരാധന ആരാധന ആരാധന, ആരാധന ആരാധന ആരാധന, ആരാധന ആരാധന. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്ന സമാധാനം എന്നരുളി ചെയ്ത കർത്താവിൻ്റെ സമാധാനം, ഉള്ളിൽ നിന്ന് വരുന്ന സമാധാനം, ആന്തരിക സമാധാനം, അത് നമുക്കിപ്പോൾ സ്വീകരിക്കാം. സഭയോട് ചേർന്ന് മാർപ്പാപ്പായോടും കർദിനാൾമാരോടും മെത്രാപ്പൊലീത്താമാർ, മെത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, അൽമായ സഹോദരങ്ങൾ എല്ലാവരോടും ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, മരിയൻ കൂടാരങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുള്ള പ്രാർത്ഥനകൾ നടക്കുമ്പോൾ നമ്മുടേതായി ഒരു ജപമാല ചൊല്ലി നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ഡിവൈൻ ശുശ്രൂഷകളുടെ വിജയത്തിന് വേണ്ടി, ഗുഡ്നെസ്സിൻ്റെ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു ദിവസം ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തോട് ചേർന്നാരംഭിച്ച് ദൈവത്തോടു കൂടി പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ സമാധാന സന്തോഷവും നമ്മൾ സ്വീകരിച്ചും മറ്റുള്ളവർക്ക് കൊടുത്തും ഈ ഒരു ദിവസം സ്വർഗതുല്യമാക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.